ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ സ്കൂളിൽ ഓണത്തിൻ്റെ സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് വേണ്ടി റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കാം കേട്ടോ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഗ്രൗണ്ടിലെത്തി. പിന്നെ 2 ആൾക്കാർക്ക് സാരി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് എന്താണ് ടീച്ചറിനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ടീച്ചർ ഒഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും ഗ്രൗണ്ടിലെത്തി. പിന്നെ വീണ്ടും സ്കൂൾക്ക് പോയി നോക്കിയപ്പോൾ സ്കൂളിൽ ഇവിടെ പൂക്കളം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പൂക്കളൊക്കെ കണ്ടു. പിന്നെ നമ്മൾ കസേരക്കളിയാണ് കേട്ടോ, പൊളിക്കും ഞങ്ങളെ കസേരക്കളിയൊക്കെ തുടങ്ങി. കസേരക്കളിക്ക് നല്ല അടിപൊളി. ഞാൻ 3-മത്തോ 4-മത്തോ ആയിട്ട് റൗണ്ടിൽ ഞാൻ എന്തായാലും പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടി. പിന്നെ പൊട്ടിയപ്പോൾ എന്ത് ചെയ്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ആടിയിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, 6ഉം 7ഉം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ വെച്ചിട്ടുള്ള മത്സരമായിരുന്നു. പിന്നെ 4ാം ക്ലാസ് വരെ ലെമൺ സ്പൂണ് ഒക്കെ ഭയങ്കര രസം. നന്നായിട്ട് ഞങ്ങൾ ഈ ഒരു ദിവസം എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ കുപ്പിയിൽ വെള്ളം നിറക്കുന്ന മത്സരമായി. കുപ്പിയിൽ വെള്ളം നിറക്കുന്ന മത്സരം ഭയങ്കര വിറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വെള്ളം നിറക്കാൻ പോകുമ്പോൾ ഓരോരോ പൊട്ടത്തരങ്ങളൊക്കെ കാണിക്കും, എന്തെല്ലാം പറയണം. അപ്പോൾ കണ്ടോ, ഇങ്ങനെ എല്ലാവരും വെള്ളം നിറക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഗെയിംസൊക്കെ കളിച്ച്. ഇങ്ങനെ ഗെയിംസ് കളിച്ചപ്പോൾ തന്നെ കുറേ നേരമായി കേട്ടോ, ഉച്ച സമയമായി. അങ്ങനെ ഉച്ച സമയത്ത് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ ഇല വന്നിരുന്നു കേട്ടോ, ഇല വന്നിരുന്നു. അപ്പോൾ നമ്മളിനി ബാക്കി ഫുഡ് ഐറ്റംസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നാരങ്ങ കൂട്ടാനി അങ്ങനെ പല പേരുണ്ട്. പക്ഷെ നമുക്ക് പേരൊന്നും അറിയണ്ടല്ലോ, തിന്നാൽ പോരെ. അപ്പം അങ്ങനെ ചോറും ഇതൊക്കെ പറഞ്ഞാൽ അപ്പം നമ്മളെല്ലാവരും കൂടെ തിന്നാണ്ട്. ഞാൻ പിന്നെ ഇവിടെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് വലിയ വീഡിയോഗ്രാഫർ വന്നിട്ട് അങ്ങനെ വീഡിയോ എടുത്ത്. പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ തിന്നത്. എന്നാലും നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയ്ക്കും ഗംഭീരമായിട്ട് ഒരു ഓണവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഘോഷിച്ചിട്ടില്ല. നമ്മൾ ഫസ്റ്റേക്ക് ഇങ്ങനെ വലിയ ആഡംബരമായിട്ട് നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. അതും നമ്മളെ സ്കൂളിൽ കേട്ടോ. അപ്പം പായസം ഉണ്ടായിരുന്നു, ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് അടിപൊളിയായാൽ മതിയല്ലോ, പിന്നെ വേറൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാം അടിപൊളി, ഫുഡ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഗെയിംസ്, പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളെ പടംവലിയാണ് എടുക്കുന്നത്. അപ്പോൾ പടംവലി നല്ല രസമുണ്ട്. ഇവിടെ കമ്പ് വലി അങ്ങനെ എന്തോ പറയും കേട്ടോ ഇവിടെ. പക്ഷേ ഞാനെന്തായാലും പടംവലി എന്ന് പറയാം കേട്ടോ. അപ്പോൾ ബോയ്സും ഗേൾസും തമ്മിലുള്ള പടംവലിയായിരുന്നു, ഭയങ്കര വിറ്റായിരുന്നു. കാരണം നമ്മൾ ഗ്രൗണ്ടിൻ്റെ പുറത്ത് വലിച്ച് ഗ്രൗണ്ടിൻ്റെ പുറത്തേക്കൊക്കെ പോയിട്ട് അങ്ങനെ എന്തായാലും ഗേൾസിൻ്റെ ടീമാണ് ജയിച്ചത്. നമ്മളെ ഭയങ്കര ആളായി പട്ടി ഷോപ്പൊക്കെ കാണിച്ചിട്ട് അവിടെ നടന്നു കേട്ടോ. പിന്നെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മാവേലിയൊക്കെ വലിയ ആളായിരുന്നു. മാവേലിൻ്റെ പാട്ടും അടിപൊളി പാട്ടും ഒക്കെ ആയിരുന്നു ഇട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളെ ഡാൻസ് ഉണ്ടായിരുന്നു. ഞാനും റിംഷയും ഒരു ഡാൻസ് കളിച്ചു, വെറുതെ ഫണ്ണായിട്ട് കളിച്ചു കേട്ടോ. എൻ്റെ ചെറിയ അനിയത്തിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ക്യാമറ ക്ലിയർ ഉണ്ടാവാൻ കുറച്ച് കുറവാണ്. അവൾ അവിടെയും ഇവിടെയൊക്കെ നിന്നിട്ടാണ് ഡാൻസിൻ്റെ വീഡിയോ എടുക്കുന്നത്. എന്നാലും അടിപൊളിയായിട്ട് അവൾ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ഡാൻസ് കുറച്ചായപ്പോൾ അങ്ങനെ അവസാനിക്കാനൊക്കെ ആയി. പിന്നെ ഞാൻ മ്യൂസിക് അധികം ഇടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് മാമന് നമുക്ക് നമ്മളെ ചാനലിൽ നിന്ന് നല്ല മുട്ടം പണി തരാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മളിതിട്ടാൽ. അപ്പോൾ ഇത്രയും പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇട്ടാണ്. എന്നാലും എന്തെങ്കിലും
കോപ്പിറൈറ്റ് ക്ലെയിമോ സ്ട്രൈക്കോ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. എങ്കിലും പിന്നെ നമ്മൾ ഡാൻസ് കളിക്കുന്ന മ്യൂസിക് ഇല്ലാതെ എന്ത് ഡാൻസ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ നമ്മളെ ചാനലിൽ ഫുൾ സപ്പോർട്ട് ചെയ്യുക, സ്ട്രൈക്കിലും കോപ്പിറൈറ്റിലും നിന്ന് നമ്മുടെ ചാനലിനെ രക്ഷിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് നല്ല അടിപൊളിയായിരുന്നു. എനിക്കാണെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഒരു വയറുവേദനയൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ മൂഡ് പോവോ ഈ ഡേ കൊളാവോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മ്യൂസിക് എപ്പോൾ ഓണാവണോ അപ്പം ഞാനും ഓണാവുന്നുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞങ്ങൾ ബോയ്സും ഗേൾസും LKG പിള്ളേർ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സെലിബ്രേഷൻ ചെയ്യണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ ഈ സ്കൂളിൽ നിന്ന് എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കിട്ടി കേട്ടോ. അപ്പോൾ എല്ലാവരും ഡാൻസിങ്ങും നല്ല എൻജോയ് ചെയ്തിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇത് ഞാൻ ഇന്നലെ എടുത്ത് വെച്ച ഇതായിരുന്നു. ഇത് LP അതായത് 1, 2, 3 ക്ലാസ്സിലെ കുട്ടികളുടെ ബിസ്ക്കറ്റ് ഈറ്റിംഗ് ചലഞ്ച് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇത് ഞാൻ ഓണ ദിവസത്തിൻ്റെ അന്ന് തലേന്ന് എടുത്താണ് കേട്ടോ. 25-ാം തീയതി ആയിരുന്നു ഞങ്ങൾ സ്കൂളിൽ ഓണത്തിൻ്റെ പരിപാടി. ഇത് 24-ാം തീയതി ഉള്ളായിരുന്നു. ഇവിടെ കുറേ പരിപാടികളൊക്കെ നടന്ന് ഞങ്ങൾക്ക് അന്ന് SSൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ പരിപാടികളൊക്കെ അവസാനിക്കാനായ പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് നല്ല കാണാൻ പറ്റി. അപ്പോൾ ഞാൻ ഇത് ഓണത്തിൻ്റെ തലേ ദിവസം എടുത്തൊരു പരിപാടിയാണ് കേട്ടോ. പിന്നെ വരുന്നത് ടീച്ചേഴ്സിൻ്റെ പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് അവസാനത്തെ റൗണ്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് ചുമയും ഇതൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ സൗണ്ട് എപ്പോഴാണെന്ന് മാറുന്നു പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തൊണ്ടക്ക് നല്ല ഒരു ഇതുണ്ട്. എന്നാലും എനിക്ക് കഴിയുന്ന എനർജിക്ക് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല കള്ളക്കളി നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നന്നായിട്ട് നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ്. അപ്പോൾ പാട്ട് സ്റ്റോപ്പായി, സാറ് വീണു, പിന്നെ അവർ ഇരുന്ന് ഭയങ്കര രസമായി. നമ്മൾ കുറേ എല്ലാവരും പൊട്ടിച്ചിരിച്ചിട്ടോ. പിന്നെ ഇത് അവസാനം നമ്മളൊരു ഡാൻസാണ് ഫ്ലാഷ് മോബ്. അപ്പോൾ ഇതെല്ലാവരും എൻജോയ് ചെയ്യുക. ബാക്കി ഡാൻസ് പഠിച്ചിട്ടാണ്. കാരണം എക്സാമും ഇതും കൂടെ ആയപ്പോൾ പിന്നെ പഠിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പഠിക്കാൻ പറ്റുന്നൊക്കെ നമ്മൾ
പഠിച്ചു. പിന്നെ ബാക്കി പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചെയ്തൊരു പ്ലാനാണ് കേട്ടോ, ഇങ്ങനെ കുട്ടികളെ വിളിച്ചിട്ട് ബാക്കി ഒരു നല്ല എൻജോയ്മെൻ്റ് ആക്കി എടുക്കാൻ. കുറേ ചിരിച്ച് നല്ല ഫണ്ണായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് വന്നത് പാരൻസിൻ്റെ പരിപാടികളാണ് കേട്ടോ. പാരൻസിൻ്റെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ഒരുപാട് പടം വലി, കസേരക്കളി, അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ ചിരിച്ച് അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ഔട്ടായി പോകുന്നു. നമ്മൾ കുട്ടികൾക്ക് മാത്രമല്ലല്ലോ, പാരൻസിനും ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ഓരോ കാലങ്ങളും അതുപോലെ ചെയ്യണം എന്നൊക്കെ. അപ്പം അങ്ങനെ കുറേ പേരൻസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ പേരൻസ് മടിയായിട്ട് ബാക്കൊക്കെ നിന്നുണ്ട്. എന്നാലും കുറേ ആൾക്കാർ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ കണ്ട, അതിലൂട്ടൊക്കെ കുറേ കുട്ടികളൊക്കെ നടന്നു പോകുന്നു. പിന്നെ മാവേലിൻ്റെ ഒപ്പമൊക്കെ കുറച്ച് പിക്സൊക്കെ എടുക്കാൻ പറ്റി. എന്നാലും അധികം എനിക്കൊരു സിംഗിൾ പിക്ക് മാവേലിൻ്റെ കൂടെ എടുക്കണേന്ന് കേട്ടോ, അതിന് പറ്റിയില്ല. പിന്നെ നമ്മളെ സ്കൂളിൽ ഘോഷയാത്ര ഉണ്ടായിരുന്നു. നല്ല ഫ്ലാഷ് മോബൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ല എൻജോയ്മെൻ്റ് ആയിട്ട് നല്ല ഘോഷയാത്ര ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കുട്ടികൾ ഇത് അവസാനം കിട്ടിയൊരു പിക്കാണ്. ഞാനൊക്കെ നടന്നു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഘോഷയാത്ര എൻഡിങ് ആവാൻ സമയമായപ്പോൾ ഉള്ളൊരു പിക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. സ്കൂളിൽ നടന്ന ഒരുപാട് പരിപാടിക്കും പിന്നെ ഈ ഒരു നടന്ന പരിപാടിയിൽ വിൻ ചെയ്തിരുന്നൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യാതെ ആരും പോകരുത്. പിന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അത് ആരൊക്കെയാണ് അങ്ങനെ കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളെ ബാല്യകാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നോ, അങ്ങനെയൊക്കെ നിങ്ങളെ സ്കൂളിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ എക്സാം പേപ്പറൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോസൊക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് വീഡിയോസ്. യുവർ നെക്സ്റ്റ് വീഡിയോസ്. ബൈ ഗൈസ്, ലവ് യു. പിന്നെ ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്, ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സോ ബൈ. എനിക്ക് ഫുൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തുറക്കാൻ വേണ്ടി ഈസി ആവാൻ വേണ്ടി ഇങ്ങനെ. അപ്പൊ ഗൈസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ്